അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. രാവിലെ നേരം വെളുക്കുന്ന സമയത്ത് പോയി വീട്ടിൽ ചെന്ന് അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? നോക്കൂ, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മണിക്കൂറിൽ വരെ വാർത്തയായി നിൽക്കുകയാണ്. രാഷ്ട്രീയമായും നിയമപരമായും ശരിയോ? അല്ല, വാർത്തകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ വാർത്തകൾക്കൊല്ലോ കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന ഒരാൾ ഒരു കേസിനകത്ത് പെടുക, ഒന്നല്ല നിരവധി കേസിലാണ് പെടുക. അതിൽ രാജ്യദ്രോഹം വരെ വരുന്ന കേസുകളാണല്ലോ ഇപ്പോൾ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസ്. അപ്പോൾ ഇത്തരം കേസുകളിലെല്ലാം പെടുന്ന ക്രിമിനലായിട്ടൊരാൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെയാണ് താങ്കൾ ക്രിമിനൽ എന്ന് വിളിച്ചത്. ആക്രമിച്ചു. അതെ, അതിന് കാരണം അദ്ദേഹം വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ക്രിമിനലാകുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ പ്രസിഡൻ്റായി തീരുമ്പോൾ എന്താണ് അതിനെ ന്യായീകരിക്കുകയാണ്. ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, ഞങ്ങളുടെ പിള്ളേർ തെറ്റുപറ്റിപ്പോൾ എനിക്കതിന് ബന്ധമില്ല. ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പോയ ആളെയാണ് അറസ്റ്റ് ചെയ്തത്. ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനത്തിൽ പോയ പ്രതികളെയാണ് പോലീസ് പിടിച്ചത്. പ്രതികൾ ഉപയോഗിച്ച ഇദ്ദേഹത്തിൻ്റെ വാഹനമാണ്. ക്രിമിനലുകളായ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കാൻ വാഹനം വിട്ടുകൊടുക്കുന്ന ആൾ ക്രിമിനൽ മനോഭാവമുള്ള ആളാണ്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഡിസംബർ മാസത്തിൽ 21, 22, 23 ദിവസമായിരുന്നല്ലോ കോൺഗ്രസ്സുകാരുടെ തിരുവനന്തപുരത്തിലെ പല കലാപരിപാടികൾ. റിപ്പോർട്ടർ ടി വിയിലൂടെ നമ്മൾ കണ്ടതാണല്ലോ. സംഘടിതമായിട്ട് ചെല്ലുക, മുളക് സ്പെയർ പ്രയോഗിക്കുക, നല്ല പട്ടികയായിട്ട് വന്ന് പോലീസിനെ തല്ലുക, സെക്രട്ടേറിയറ്റിനകത്ത് നിൽക്കുന്ന പോലീസിനെ ആ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ അല്ലെങ്കിൽ അവിടുത്തെ ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ അടിക്കുകയാണ്. വനിതാ പോലീസിനെ തല്ലുകയാണ്. ചില ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് വണ്ടിയെ കയറ്റി, ആ വണ്ടി കയറി തടയുകയാണ്. തീർന്നില്ല, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വഴിക്ക് DCC ഓഫീസിൻ്റെ ഭാഗക്കൂടെ പോയത്. അപ്പോൾ വണ്ടി അവിടെ തടഞ്ഞു നിർത്തി അവിടെയുള്ള പോലീസിനെ, പിങ്ക് പോലീസിനെ ആക്രമിച്ചിട്ട് മുഴുവൻ വരെ മോചിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി DCC ഓഫീസിൽ കയറ്റി ഒളിച്ചു. ഒളിച്ച പ്രതികളെ പിടിക്കാൻ പോലീസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒന്ന് വിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ചോണയുണ്ടാക്കാറ്. ഒരു സിറ്റുവേഷൻ പോലീസ് ഒഴിവാക്കി. എന്തുകൊണ്ട് വീട്ടിലേക്ക് പോകേണ്ടി വന്നു? പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ച് ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. പോലീസ് അതിനൊന്നും പോയില്ല. അദ്ദേഹം വീട്ടിൽ ചെന്ന് വെളുപ്പിനെ അദ്ദേഹത്തിന് ഉറങ്ങാനൊക്കെ അനുവാദം കിട്ടി. അതിനുശേഷം വെളുപ്പിനെ എന്ന് വിളിച്ചുകൊണ്ട് പോന്നു. സാധാരണഗതിയിൽ സംഭവിച്ചെന്നാണ് ഞാൻ പറയാം. തൃശ്ശൂർ സാന്ദ്ര ജോസ് എന്ന് പറഞ്ഞൊരു SFI വിദ്യാർത്ഥിനി പോലീസ് വെളുപ്പിന് 5 മണിക്കാണ് പിടിച്ചുകൊണ്ട് പോയത് കേട്ടോ. ഈ കേരളത്തിലെ LDF സർക്കാരിൻ്റെ കാലത്ത് ഗവർണറെ കരുകൂട് കാണിച്ചതിനാ പിടിച്ചോണ്ട് പോയിട്ട് സംഭവിച്ചെന്താണ്? അവരിപ്പോൾ 15 ദിവസം കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കും. ഇന്നലെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അമ്മയാണ് മാലയിട്ട് സ്വീകരിക്കുന്നത്, സ്വന്തം അമ്മ. ഇവിടെ ഒരു അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്തിക്കോ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ വേറൊരു അമ്മ വന്ന് ആ കുട്ടിയെ സ്വീകരിക്കുകയാണ്. അവർ പറയുന്നത് ഗവർണർ കാവുവൽക്കരിക്കെതിരായ സമരത്തിൽ എൻ്റെ കൊച്ചിൻ്റെ അവസരം കിട്ടിയല്ലോ സമരം ചെയ്യാൻ. അതാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ വീര്യമുള്ള അമ്മയാണ്. അക്കാമ ചെറിയാൻ്റെ പാർട്ടിയല്ലേ കോൺഗ്രസ്? നരേന്ദ്രമോദി പറഞ്ഞ അക്കാമ ചെറിയാൻ്റെ പാർട്ടി CP രാമസ്വാമിയുടെ വീടിന് മുന്നിലേക്ക് ജാഥ നടത്തിയ അക്കാമ ചെറിയാൻ്റെ പാർട്ടിയല്ലേ? എന്നിട്ട് ഏത് മാതാവിൻ്റെ മടിത്തട്ടിലേക്കാണ് ഈ രാഹുൽ കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? വ്യാജ തിരിച്ചറിയൽ കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോടതി പറഞ്ഞല്ലോ ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വകുപ്പുകൾ അങ്ങനെയാണ്. ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. റിപ്പോർട്ടർ TVയുടെ ദൃശ്യം എടുത്ത് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. പ്രോസിക്യൂഷൻ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവരുടെ വെല്ലുവിളി കാണിച്ചാൽ മതിയല്ലോ. അടിയായിരിക്കും ഇനി, എന്നും അടിയായിരിക്കും ഇനി. അത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനമല്ല, അടിയോടടിയായിരിക്കും. പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു, ഇവരടി തുടങ്ങി. അങ്ങനെ അടിച്ചടിച്ച് എവിടെ വരെ അടിക്കാൻ പറ്റും? ദയവായി